റാപ്പിഡ് റിവിഷൻ. 10ാം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം കെമിസ്ട്രി. ക്ലാസ് നയിക്കുന്നത് പാലമ്പ്ര അസംഷൻ ഹൈസ്കൂൾ കെമിസ്ട്രി അധ്യാപകൻ സിജു ജേക്കബ്. നമസ്കാരം. റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതിയുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് 10ലെ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും റാപ്പിഡ് റിവിഷൻ ഫൈനൽ ടച്ച് ടു സക്സസ് എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റാപ്പിഡ് റിവിഷൻ. അഞ്ചാമത്തെ പാഠം ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് സിമ്പിളായിട്ട് നമുക്കൊരു 4 മാർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചുമ്മാ കിട്ടുന്നൊരു പാഠമാണ് ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗാൽവാനിക് സെല്ല് വരയ്ക്കാൻ ചോദിച്ചെങ്കിൽ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി, നമുക്ക് എന്നാ കിട്ടും? 4 മാർക്ക് കിട്ടും. ഗാൽവാനിക് സെല്ല് വരയ്ക്കാനായിട്ടൊക്കെ ടീച്ചർമാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു പാടുമില്ല. ഗാൽവാനിക് സെല്ല് വരയ്ക്കാനായിട്ട് ഒരു പാട്ട് ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. ബി പാട്ട് ഇലക്ട്രോണിൻ്റെ ഫ്ലോ എങ്ങോട്ടായിരുന്നായിരിക്കും, അടുത്ത പാട്ട് കറണ്ടിൻ്റെ ഫ്ലോ എങ്ങോട്ടാണെന്നായിരിക്കും. ഇലക്ട്രോണിൻ്റെ ഫ്ലോയും കറണ്ടിൻ്റെ ഫ്ലോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇലക്ട്രോണിൻ്റെ ഫ്ലോ എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? കറണ്ടിൻ്റെ ഫ്ലോ. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഗാൽവാനിക് സെല്ല് വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണഗതിയിൽ 99% നമ്മൾ ചെയ്യുമ്പം റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. PSC മാസ് ഇൻറ്റു ലെഡ് CSG എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പം ആ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റിയാക്ടിവിറ്റി കൂടിയതായിരിക്കും മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നത്. അതും റൈറ്റ് സൈഡിൽ ഏതായിരിക്കും? റിയാക്ടിവിറ്റി കുറഞ്ഞതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കായിരിക്കും ഇലക്ട്രോണിൻ്റെ ഫ്ലോ. അതായത് ലെഫ്റ്റ് സൈഡിലാണ് റിയാക്ടിവിറ്റി കൂടുതൽ എടുക്കുന്നതെങ്കിൽ 2 ബീക്കറുകൾ വേണം. സോൾട്ട് ബ്രിഡ്ജ് വെച്ച് ഇതിനെ 2 കണക്ട് ചെയ്യണം. പിന്നെ വോൾട്ട് മീറ്റർ വെച്ച് നമ്മൾ അതിനെ 2 ദണ്ട് കൊണ്ടും നമ്മൾ സിങ്കും കോപ്പറും ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് എടുക്കുന്നു, റൈറ്റ് സൈഡിൽ റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറും നമ്മൾ എടുക്കും. എന്നിട്ട് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, ലെഫ്റ്റ് സൈഡിലുള്ള സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനകത്ത് നമ്മൾ മുക്കി വെക്കുന്ന ദണ്ടെന്ന് പറയുന്നതും ഏതിന്റെ ദണ്ട് തന്നെ ആയിരിക്കും? സിങ്കിന്റെ ദണ്ട് തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ എടുക്കാനായിട്ട് പറ്റത്തില്ല. റൈറ്റ് സൈഡിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്ന അതിനകത്ത് മുക്കി വെക്കുന്ന ദണ്ട് ഏതിന്റെ തന്നെ ആയിരിക്കും? കോപ്പറിന്റെ ദണ്ട് തന്നെ ആയിരിക്കും എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇവർ തമ്മിൽ കണക്ട് ചെയ്യുക, സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇലക്ട്രോണിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കായിരിക്കും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇലക്ട്രോണിന്റെ ഫ്ലോ എന്ന് പറയുമ്പം ഉറപ്പായിട്ടും കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്കിന് ഗാൽവാനിക് സെല്ല് വരയ്ക്കാൻ. 1 ഇലക്ട്രോണിന്റെ ഫ്ലോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അതായത് റിയാക്ടിവിറ്റി കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക്. കറണ്ടിന്റെ ഫ്ലോ ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ നേരെ ഓപ്പോസിറ്റ്. ഇനി അതിനകത്ത് ആനോഡിലെയും കാഥോഡിലെയും ഇക്വേഷൻ എഴുതാനായിട്ട്. ആനോഡിൽ നടക്കുന്നത് എന്നായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. അത് കൃത്യമായിട്ടും സിമ്പിളായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഓർത്തിരിക്കാനായിട്ട് ലോൺ എന്നും പറഞ്ഞ് ഓർത്തിരിക്കാനായിട്ട് വേണം ഓർത്തിരിക്കാം. ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർത്തിരിക്കാം. പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ ആനോഡ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എന്നെ ഓക്സിഡേഷനും റിഡക്ഷനും തമ്മിലുള്ള ബന്ധം. എന്നെ ഓക്സിഡേഷൻ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിനെ ഓക്സിഡേഷൻ എന്നും ഇലക്ട്രോണുകളെ മേടിക്കുകയാണെങ്കിൽ അതിനെ റിഡക്ഷൻ എന്നും പറയും. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതിനും ഇലക്ട്രോണുകളെ മേടിക്കുന്നതിനും ഒരു ഇക്വേഷൻ്റെ ബേസിക് ആയിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശരിയല്ലേ? ഉദാഹരണം പറഞ്ഞാൽ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ കോപ്പറിന്റെ ഓർത്തിരിക്കാനായിട്ട് മാർഗം എന്തെങ്കിലും ഉണ്ടോ? റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. റിയാക്ടിവിറ്റി സീരീസ് അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ പിള്ളേർ ഇത് കണ്ടുപിടിക്കുന്നത്, ഓർത്ത് വെക്കുന്നത് എങ്ങനെയാ? റിയാക്ടിവിറ്റി സീരീസ് നോക്കുമ്പോൾ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, ഇങ്ങനെ അതിന്റെ ഓർഡർ കിടക്കുന്നത്. അതിനകത്ത് ഹൈഡ്രജൻ നമുക്ക് വേണ്ട ഡിസ്പ്ലേസ് ചെയ്ത് പോകും. ഹൈഡ്രജൻ ഇല്ല നമ്മൾ പറഞ്ഞെങ്കിൽ പോലും ഈ ഓർഡർ നമ്മൾ PSC മാസ് ഇൻറ്റു ലെഡ് CST എന്നൊക്കെ ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് പല രീതിയിലും ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കുവാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഓർത്തിരിക്കാനായിട്ട് കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ 2 അവസാനത്തെ 2 +1. ആദ്യത്തെ 2 അവസാനത്തെ 2 +1 ആണ്. അലൂമിനിയത്തിന് +3 വരാം, അയണിന് +2 +3 വരാം. ബാക്കി എല്ലാം എത്രയായിരിക്കും? +2 ആയിരിക്കും. ബാക്കി എല്ലാം എത്രയായിരിക്കും? +2 ആയിരിക്കും. ഇതറിയാമെങ്കിൽ നമുക്ക് ബാക്കി അതിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് പാടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 2 സിങ്ക് Zn2+ ആയിട്ട് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കണം. ഈ 2 ഇലക്ട്രോണുകളെ ആര് മേടിക്കണം? കോപ്പർ മേടിക്കണം. കോപ്പറിന് 2 മേടിക്കാൻ പറ്റും, കാരണം കോപ്പറിന്റെ നമ്പർ എത്ര തന്നെയാ? 2. അപ്പൊ Cu2+ അയണുകളായിട്ട് കോപ്പറിനെ നേരിട്ട് മേടിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ആര് മേടിക്കും? കോപ്പറിന്റെ അയണുകൾ ഈ സിങ്ക് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളെ മേടിച്ചിട്ട് ആരായിട്ട് മാറും? കോപ്പർ ആറ്റങ്ങളായിട്ട് മാറും. ഒന്നുകൂടെ പറയാം, സിങ്ക് Zn2+ ആയിട്ട് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ആ സിങ്ക് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളെ കോപ്പർ അയണുകൾ Cu2+ കോപ്പർ അയണുകൾ 2 ഇലക്ട്രോണുകളെ മേടിച്ച് എന്നായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് മാറും എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക.
അത് രണ്ടുകൂടെ ഉള്ള സെൽ റിയാക്ഷനും രണ്ടുകൂടെ ഒരുമിച്ച് എഴുതുന്ന ഇക്വേഷനോടെ അവരുടെ വായിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കണം. ഞങ്ങളൊക്കെ പറയും, ചുമ്മാതാണേലും പറയും, ഈ ജയിക്കാൻ പാടുള്ള പിള്ളേരെ ജയിക്കാനായിട്ട് പഠിപ്പിക്കുന്ന സാധനമായി ഗാൽവാനിക് സെൽ എന്ന്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും സിമ്പിളായിട്ട് ചോദിച്ചാൽ നമ്മുടെ ഭാഗ്യം ഒന്ന് കൂട്ടിയാൽ മതി. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗാൽവാനിക് സെല്ല്. നമുക്ക് എല്ലാവർക്കും വരയ്ക്കാം, നമുക്ക് എല്ലാവർക്കും മാർക്ക് മേടിക്കാനായിട്ടും പറ്റും. ഇനിയും 106-ാമത്തെ പേജിൽ ALM-CUം AG-CUം MG-CUം തമ്മിലുള്ള 3 ഇലക്ട്രോഡ് പെയറുകൾ കാണിക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഗാൽവാനിക് സെല്ല് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, റിയാക്ടിവിറ്റി കൂടുതലുള്ളോ കുറവുള്ളോ നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ തരുവാണെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലുള്ളത് തന്നെ ലെഫ്റ്റ് സൈഡിൽ എടുത്ത് വരയ്ക്കുവാണെങ്കിൽ ലോണെന്ന് ഓർത്തിരിക്കാം. ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ് എന്ന് ഓർത്തിരിക്കുക. ആനോഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തന്നെ ആയിരിക്കും ഇലക്ട്രോണിൻ്റെ ഫ്ലോ. ലോണെന്ന് ഓർത്തിരിക്കുമ്പോൾ തന്നെ ആനോഡ് എന്ന് പറയുന്ന ലെഫ്റ്റിലുള്ളതായിരിക്കും, റൈറ്റ് സൈഡിലുള്ള ക്യാഥോഡായിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെ റിയാക്ഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ടും അത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനിയും നമുക്ക് അടുത്തതുള്ളത്, ഇനിയും ഈ 109-ാമത്തെ പേജിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നാണ് വളരെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നിങ്ങൾ 107 കിടക്കുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്നാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? റിയാക്ടിവിറ്റി കൂടിയ ഒരു സാധനം റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരെണ്ണത്തിന് തള്ളി മാറ്റിയിട്ട് അവൻ്റെ സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടിയ ഒരു എലമെൻറ്റ് റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരെണ്ണത്തിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആദേശം ചെയ്തിട്ട് ആ പ്ലേസിൽ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമ്മൾ പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിലേ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കനോട്ട് ബി സ്റ്റോർഡ് ഇൻ എ കോപ്പർ വെസൽ. വൈ? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിക്കാറില്ല. എന്തുകൊണ്ടാണ്? ആർക്കാ റിയാക്ടിവിറ്റി കൂടുതൽ? സിൽവറിനാണോ കോപ്പറിനാണോ? കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതലാണ് ആരെക്കാട്ടിലും? സിൽവറിന്. അപ്പോൾ എന്നാ സംഭവിക്കും? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പർ മെറ്റൽ എന്നായും സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റും. റിയാക്ടിവിറ്റി കൂടിയ കോപ്പർ എന്നായും സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവൻ്റെ സ്ഥലത്ത് പോയിരിക്കും. അപ്പോൾ സിൽവർ പുറത്തു പോകും. അതുകൊണ്ടാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിക്കാത്തതിന് കാരണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളെല്ലാം നോക്കുമ്പോൾ റിയാക്ടിവിറ്റി നോക്കി നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലേ? ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി എല്ലായിടത്തും റിയാക്ഷൻ ഒരേ സ്പീഡിലാണ് പിള്ളേർ നടക്കുന്നത്? അല്ല. എങ്ങനെ പിന്നെ നടക്കുന്നത്? റിയാക്ടിവിറ്റി കൂടിയാൽ എന്നാ കൂടും? റിയാക്ഷൻ്റെ സ്പീഡും കൂടും. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ എന്നാ? ഇലക്ട്രോലൈറ്റിക് സെല്ലും വേണേൽ വരയ്ക്കാൻ ചോദിക്കാം. ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാവർക്കും അറിയാമല്ലോ. വലിയ വര പോസിറ്റീവും ചെറിയ വര നെഗറ്റീവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് നമുക്ക് എന്നാ മാറും? നമുക്ക് ആനോഡും ക്യാഥോഡും എല്ലാം നമുക്ക് അവിടെയും മാറും. അതിൻ്റെ സെൽ റിയാക്ഷൻ എഴുതുന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇവിടെയും ആനോഡിലെയും ക്യാഥോഡിലെയും റിയാക്ഷൻ എഴുതുന്നത് നമ്മൾ മുമ്പേ ഗാൽവാനിക് സെല്ല് പറഞ്ഞ പോലെ തന്നെയാണ്, ശരിയല്ലേ? ഗാൽവാനിക് സെല്ല് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ആനോഡിലെയും ക്യാഥോഡിലെയും റിയാക്ഷൻ നമുക്ക് എഴുതാം. എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുന്നത്? എപ്പോഴും ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ തന്നെയായിരിക്കും, ക്യാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആനോഡിൽ ഓക്സിഡേഷൻ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ ഉണ്ടെങ്കിൽ എഴുതാൻ അറിയാം. ക്യാഥോഡിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാം. പിന്നെ കൃത്യമായിട്ട് ഓർത്തോണം, ഇതിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെയും ഗാൽവാനിക് സെല്ലിൻ്റെയും പടം ഏതാണോ വരയ്ക്കാൻ ചോദിക്കുന്നത് അത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് നിർബന്ധമായിട്ടും വരച്ച് പഠിച്ചുകൊണ്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 5 മാർക്ക് എങ്ങനെ അടിച്ചാലും കിട്ടും. ഇലക്ട്രോണിൻ്റെ ഫ്ലോയും കറണ്ടിൻ്റെ ഫ്ലോയും കൂടെ മനസ്സിലാക്കിയാൽ മതി. ഇലക്ട്രോണിൻ്റെ ഫ്ലോയും കറണ്ടിൻ്റെ ഫ്ലോയും ഗാൽവാനിക്ക് മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല. റിയാക്ടിവിറ്റി കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്കായിരിക്കും ഇലക്ട്രോണിൻ്റെ ഫ്ലോ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണെങ്കിൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കായിരിക്കും എന്തിൻ്റെ ഫ്ലോ? കറണ്ടിൻ്റെ ഫ്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് 2 മാർക്കായി, ഗാൽവാനിക് സെല്ലിനുള്ള മാർക്കായി. പിന്നെ അതിൻ്റെ റിയാക്ഷൻ എഴുതുമ്പോൾ തന്നെ 1 മാർക്ക്, 5 മാർക്ക് ചുമ്മാതെ കിട്ടും. ഇലക്ട്രോപ്ലേറ്റിംഗ് അറിയാലോ, നമ്മൾ ഈ കളർ കോട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ, മുക്കുബണ്ടങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടില്ലേ? ഇലക്ട്രോപ്ലേറ്റിംഗ്. അതിൻ്റെ 114-ാമത്തെ പേജിലും അതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലും കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? എന്താണ് പോസിറ്റീവിൽ കണക്ട് ചെയ്യുന്നത്, എന്താണ് നെഗറ്റീവിൽ കണക്ട് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ ഇലക്ട്രോപ്ലേറ്റിങ്ങിനകത്തൊരു കാര്യമുണ്ട്, നമ്മൾ എന്താണോ കോട്ട് ചെയ്യുന്നത് അതിൻ്റെ സൊല്യൂഷൻ തന്നെ ആയിരിക്കണം നിർബന്ധമായിട്ടും എടുക്കുന്നത്. വേറെ ഏതിൻ്റെയും സൊല്യൂഷൻ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം സിൽവർ ആണ് എടുക്കുന്നതെങ്കിൽ സിൽവറിൻ്റെ സൊല്യൂഷൻ തന്നെ എടുക്കണം. ഗോൾഡ് ആണ് നമ്മൾ കോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗോൾഡിൻ്റെ സൊല്യൂഷൻ തന്നെ എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ കോട്ടിങ് നടക്കുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം, പേജ് നമ്പർ 115 ഏതൊക്കെയാണ് അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്, അവിടുത്തെ സൊല്യൂഷനായിട്ട് എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് അവരോട് പറയുന്നുണ്ട്. സിൽവർ ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ സോഡിയം സയനൈഡ് എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ സിൽവർ സയനൈഡ് സൊല്യൂഷൻ കൊണ്ട് എടുത്താൽ അവരുടെ സൊല്യൂഷനായി. ഗോൾഡ് ആണെങ്കിൽ സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡ് സൊല്യൂഷനുമാണ് നമ്മളിവിടെ സൊല്യൂഷനായിട്ട് എടുക്കേണ്ടത്. അതെല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പരീക്ഷയ്ക്ക് വേണേൽ ചോദിക്കാം, 1 മാർക്കിന് വേണേൽ പരീക്ഷയ്ക്ക് വേണേൽ ചോദിക്കാം. ഇനിയും വിവിധ സെല്ലുകളെ കുറിച്ച് തൊട്ടപ്പുറത്തെ പേജ് പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, ഫ്യൂവൽ സെല്ല്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫ്യൂവൽ സെല്ല് ചോദിച്ചായിരുന്നു അല്ലേ? ഫ്യൂവൽ സെൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ ചോദിച്ചായിരുന്നു. ഒന്നാമത്തെ ലെറ്റസസ് നോക്കുമ്പോൾ ഗാൽവാനിക് സെൽ വരയ്ക്കാനുള്ള ക്വസ്റ്റൻ ഉണ്ട്.
ഓക്കെ, നമ്മൾ ലെറ്റസസിൽ നമ്മൾ ഈ പാഠത്തിൽ ലെറ്റസസിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഗാൽവാനിക് സെല്ലിന്റെ പടം വരയ്ക്കുന്ന കൃത്യമായിട്ട് അവരോട് കാണിച്ചിട്ടുണ്ട്. സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ കറണ്ടിന്റെ ഫ്ലോ ഇനി ചോദിച്ചില്ലെങ്കിൽ പോലും കറണ്ടിന്റെ ഫ്ലോയും ഇലക്ട്രോണിക് ഫ്ലോയും കറക്റ്റായിട്ട് കാണിച്ചാൽ ഇതെല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം ABCD എന്നും പറഞ്ഞ് പാട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു പാഠത്തിന്റെ പോലും നിങ്ങൾ ലെറ്റസസ് മിസ് ചെയ്യരുത്. ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാം. അവിടെ നമുക്ക് ഇഷ്ടംപോലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇക്വേഷന്റെ ബേസിക് കാര്യങ്ങൾ, ബേസിക് ഐഡിയ, ഓക്സിഡേഷനും റിഡക്ഷനും കാര്യം ഒന്ന് പഠിച്ചു വെക്കണം. അത് പഠിച്ചു വെച്ചാൽ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഏത് വന്നാലും ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ നിങ്ങളെ മുമ്പ് ഒരു ക്ലൂ തന്നല്ലോ. ആദ്യത്തെ 2 അവസാനത്തെ 2 +1, പിന്നെ അലൂമിനിയം +3, അയൺ +2 +3 വരെ, ബാക്കി എല്ലാം +2 ആണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷനുകൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പാടൊന്നുമില്ല. ഓർഡർ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഷോർട്ട് ഫോമിലൊക്കെ പഠിച്ചു വെക്കാം. ഞാൻ പിള്ളേരോട് പറഞ്ഞു കൊടുത്തത് PSC മാസിൻ ടിൻ ലെഡ് CSG എന്നാണ്. PSC മാസിൻ MASIN മാസിൻ ടിന്ന് ലെഡ് CSG. പക്ഷേ ഇതിനകത്ത് ഈ വർഷത്തെ പുസ്തകത്തിൽ മെർക്കുറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മെർക്കുറിയും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. മെർക്കുറിയും കൂടെ ആഡ് ചെയ്തിട്ട് ഈ പാഠത്തിൻ്റെയും ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കണം. ഇതിനകത്ത് ഫ്യൂൽ സെല്ല് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെയിലി ലൈഫിലുള്ള ജനറൽ ക്വസ്റ്റ്യനൊക്കെ ഇതിനകത്ത് 8 ക്വസ്റ്റ്യനുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കണേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെയ്ത് പഠിക്കണം. റാപ്പിഡ് റിവിഷൻ. അപ്പോൾ 6ാമത്തെ പാഠം മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. മെറ്റൽസ് എന്ന പാഠം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠം. മെറ്റൽസ് എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ശകലമെങ്കിലും പ്രയാസം പിള്ളേർക്ക് അനുഭവപ്പെടുന്നത് അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോഴാണ്. ബാക്കി എല്ലാ പാഠങ്ങളും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അവസാനത്തേക്ക് ഒരു പ്രയാസമൊന്നുമില്ല. ശകലം ഒരു പാഠത്തിന് നീളക്കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രയാസം തോന്നുന്ന ഒരു പാഠം മെറ്റൽസ്. സിമ്പിളായിട്ട് ആദ്യം തൊട്ട് തന്നെ പറഞ്ഞു പോയേക്കാം. മെറ്റൽസ് എന്ന് പറയുന്ന പാഠത്തിനകത്ത് ആദ്യമേ നമ്മൾ എങ്ങനെയാണ് മെറ്റൽസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. സൊണോറിറ്റി, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി. സൊണോറിറ്റി എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ അടിച്ചു വരുത്താനുള്ള കഴിവ്. ഡക്റ്റിലിറ്റി വലിച്ചു നീട്ടാനുള്ള കഴിവ്. ലസ്റ്റർ, തിളക്കം, അതെല്ലാം പഠിച്ച ഓർക്കുന്നുണ്ടല്ലോ. ഒക്യുറൻസ് ഓഫ് മെറ്റൽസ് ഇൻ നേച്ചർ. പ്രകൃതിയിലെ മെറ്റൽസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. മെറ്റൽസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാം. നമ്മുടെ ഗ്രൗണ്ടിൽ കൂടെ ആണെങ്കിലും നമ്മളൊരു കാന്ത വിട്ട് ഓടിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കാന്തത്ത് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമല്ല നമുക്കറിയാം അല്ലേ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിനറൽ എന്നാന്ന് നമ്മൾ കൃത്യമായിട്ട് ഓർ എന്നാന്ന് പഠിച്ചു വെക്കണം. എനി മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഈസിലി ആൻഡ് എക്കണോമിക്കലി. ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭത്തിലും ലോഹത്തിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് അതായിരിക്കും അതിൻ്റെ ഓറെന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഓറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പാഠമായത്. എന്താണ് ഓറ്? അതായത് ഏത് ധാതുവിൽ നിന്നാണോ ഒരു ലോഹത്തിനെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത് അതാണ് ഇതിൻ്റെ ഓറെന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ 123ാമത്തെ പേജിലെ മെറ്റൽസും അതിൻ്റെ ഓറും അതിൻ്റെ കെമിക്കൽ ഫോർമുലയും തന്നിട്ടുണ്ട്. 3, 4, 5 അലൂമിനിയം, അയൺ, കോപ്പർ, സിങ്ക്, ടിന്ന്. 5 മെറ്റലുകളും അതിൻ്റെ ഓറും കാണിക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ്. അലൂമിനിയത്തിൻ്റെ ഓർ ഏതൊക്കെയാ? അലൂമിനിയത്തിൻ്റെ ഓർ നിങ്ങൾക്കറിയാം ബോക്സൈറ്റ് ആണ്. അയണിൻ്റെ ഓർ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. കോപ്പറിൻ്റെ കോപ്പർ പൈറൈഡ്സും കോപ്പർ ഗ്ലാൻസും കുപ്രൈറ്റും ആണ്. സിങ്കിൻ്റെ സിങ്ക് ബ്ലെൻഡും കലാമിനും ആണ്. ടിന്നിൻ്റെ കസാറ്റിറൈറ്റും ടിൻ സ്റ്റോണും ആണെന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ പോരാ, നിർബന്ധമായിട്ടും ഇത് പഠിക്കണം. ഈ മെറ്റലും ഇതിൻ്റെ ഓറും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കെമിക്കൽ ഫോർമുല ഒന്ന് കാണാൻ പഠിച്ച് നോക്കുകയൊന്നും വേണ്ട. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാച്ച് ഫോളോയിങ് ആയിട്ട് ചോദിച്ചാൽ കാണാൻ എഴുതാനായിട്ട് ചോദിക്കാനുള്ള സാധ്യതയില്ല. മാച്ച് ഫോളോയിങ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അലൂമിനിയം എന്ന് പറയുമ്പോൾ AL തുടങ്ങുന്ന അലൂമിനിയം ആണെന്നറിയാം. കോപ്പർ CU ആണെന്നറിയാം. സിങ്ക് SN ആണെന്നറിയാം. ടിൻ SN ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനി നമ്മൾ മെറ്റലർജി എന്നാ നോക്കാനായിട്ട്. എന്നാ പിള്ളേർ ഈ മെറ്റലർജി ഒരു ചെറിയ ഡെഫിനേഷൻ അവിടെ കിടപ്പുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഡെഫിനേഷനായി മെറ്റലർജി. അതുകൊണ്ട് മെറ്റലർജി എന്നാന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ ഓർ ഇൻവോൾവ്സ് 3 മേജർ സ്റ്റേജസ്. എന്ന് പറഞ്ഞാൽ ഓറിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കാനായിട്ട് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളുണ്ട്. ഈ 3 ഘട്ടങ്ങളെയും കൂടെ പറയുന്ന പേരാണ് ഏത്? ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി. മെറ്റലർജി എന്നാന്ന് വേണം പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ 3 ഘട്ടങ്ങളെ ഒരുമിച്ച് പറയുന്നതാണ് മെറ്റലർജി. ഈ മെറ്റലർജിക്ക് 3 സ്റ്റെപ്പുകളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ്? 1 കോൺസെൻട്രേഷൻ ഓഫ് ഓർ, 2 എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേഷൻ ഓഫ് ഓർ, 3 റിഫൈനിങ് ഓഫ് മെറ്റൽ. ഈ 3 സ്റ്റെപ്പുകളെയും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് മെറ്റലർജി. ഒന്നാമത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ നോക്കുകയാണെങ്കിൽ ഓരോ മെറ്റലിനും ഓരോ സ്വഭാവമായിരിക്കും. എല്ലാത്തിൻ്റെ സ്വഭാവം ഒന്ന് തന്നെ ആയിരിക്കുമോ? അല്ല, ഓരോന്നിൻ്റെ സ്വഭാവം ഒന്ന് തന്നെ ആയിരിക്കത്തില്ല, പലതായിരിക്കും. അതുകൊണ്ട് ഓരോന്നിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അതിനെ വേർതിരിക്കുന്ന മെത്തേഡ് മാറ്റും. ഫസ്റ്റ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. എന്നെ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. എന്നെ ഈ വാഷിംഗ്
കഴുകിയെടുക്കുക, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ ഡെൻസിറ്റി കുറവുള്ള വേസ്റ്റ് പാർട്ടികളാണെങ്കിൽ അത് ഒഴുകി പൊക്കോളും. നമുക്ക് വേണ്ടിയ ഓർ എന്നായിരിക്കണം, ഡെൻസിറ്റി കൂടിയതായിരിക്കണം. നമ്മൾ ഇനിയും പറയുന്നത് ഡെൻസിറ്റി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത സാധനമാണ്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത സാധനമാണ്. അപദ്രവ്യം എന്ന് പറയും. ഗ്യാങ് എന്ന് പറഞ്ഞാൽ അപദ്രവ്യം നമുക്ക് വേണ്ടാത്തതാണ്. നമുക്ക് വേണ്ടിയത് ഓറാണ്. ഓറിന് ഡെൻസിറ്റി കൂടുതലും ഗ്യാങ്ങിന് ഡെൻസിറ്റി കുറവുമാണെങ്കിൽ നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗ് നമ്മൾ ഉപയോഗിക്കും. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് രണ്ടാമതുള്ളത്. എല്ലാം കൂടെ ഉപയോഗിക്കേണ്ട, ഓരോന്നിൻ്റെയും സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ എന്ന് പറയും. ഇവിടെ നമ്മൾ മാക്സിമം ആയിട്ട് ഫ്രോത്ത് ഫോം ചെയ്യുക. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, പത ഫോം ചെയ്യുകയാണ്. ഇവിടെ ഓറിന് ഡെൻസിറ്റി കുറവും ഗ്യാങ്ങിന് ഡെൻസിറ്റി കൂടുതലുമാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. നമുക്ക് ഡെൻസിറ്റി കുറഞ്ഞ ഓറ് നമ്മുടെ ഫ്രോത്തിൻ്റെ കൂട്ടത്തിൽ ഫോം ചെയ്യും, പതയുടെ കൂട്ടത്തിൽ ഫോം ചെയ്യും. അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയ പ്യൂറായിട്ടുള്ള മെറ്റലിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്ത മാഗ്നറ്റിക് സെപ്പറേഷൻ എല്ലാവർക്കും പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാന്തിക വേർതിരിക്കൽ കേൾക്കുമ്പോഴേ അറിയാമല്ലോ. കാന്തം ഉണ്ടെങ്കിൽ ഇരുമ്പിനെ വേർതിരിക്കാനായിട്ട് പറ്റും. അവിടെ റോളറിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതിനെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്തതിനും തിരിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം ഇത്. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് കാന്തത്തോട് അടുത്ത് കിടക്കും, ഇല്ലാത്തത് എന്നായി കുറേ ദൂരെ പോയി സെപ്പറേറ്റ് ആയിട്ട് മാറി വീഴുന്നതായിട്ടും കാണാൻ പറ്റും. ലാസ്റ്റ് ലീച്ചിങ് ആണ്. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്നാ, ഒരു സൊല്യൂഷനകത്ത് മിക്സ് ചെയ്യുക. നമ്മുടെ സൊല്യൂഷനകത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വേണ്ടി ഓർ പാർട്ടിക്കിൾസ് അതിനകത്ത് ഡിസോൾവ് ചെയ്ത് പോകും. ഗ്യാങ് ഡിസോൾവ് ചെയ്യാതെ കിടക്കും. ഡിസോൾവ് ചെയ്തതിനെ വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേതിനെ അരിച്ചു മാറ്റി കളയുകയും ചെയ്യാം. നമുക്ക് ഇതിനെ ഡിസോൾവ് ചെയ്തതിനെ നമുക്ക് എടുത്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് വേണ്ടിയ ഓറിനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. താഴെ നേച്ചർ ഓഫ് ദ ഓറും കോൺസെൻട്രേഷൻ മെത്തേഡും ചോദിക്കുന്നുണ്ട്. അത് പഠിച്ചാൽ തന്നെ എല്ലാ മെത്തേഡുമായി. ഫസ്റ്റ് വൺ, ഓർ ആർ ലെസ് ഡെൻസ് ദാൻ ദ ഇമ്പ്യൂരിറ്റീസ്. എന്നെ വളരെ ഇമ്പ്യൂരിറ്റീസിനേക്കാളും ഡെൻസിറ്റി കുറവാണ് ഓറിനെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും? പതയോടൊപ്പം ഫോം ചെയ്യും അല്ലേ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓർ ഹാവ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ബട്ട് ഇമ്പ്യൂരിറ്റീസ് ആർ നോൺ മാഗ്നറ്റിക്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു മെത്തേഡും വിചാരിക്കേണ്ട. ഏതാ? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. എ സോൾവെന്റ് വിച്ച് ഡിസോൾവ്സ് ദ ഓർ ഈസ് യൂസ്ഡ്. സോൾവെന്റ്, സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സോൾവെന്റ് എന്ന് പറയുമ്പോൾ ഏതാ? ലീച്ചിങ്. ഓർ ആർ ഡെൻസർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. ഓറിന് ഡെൻസിറ്റി കൂടുതലാണ്, ഇമ്പ്യൂരിറ്റീസിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ കഴിഞ്ഞു. കോൺസെൻട്രേഷൻ ഓഫ് മെത്തേഡ് നമ്മൾ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് ഓരോന്ന് നമ്മൾ തിരഞ്ഞെടുത്തു. രണ്ട്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എല്ലാം നമുക്ക് അറിയാമായിരുന്നു അല്ലേ. അങ്ങനെയാണ് ഇതിനകത്ത് രണ്ട് മെത്തേഡാണ് ഉള്ളത്, കാൽസിനേഷൻ, റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കാൽസിനേഷന്റെ പ്രസൻസോട് കൂടി ഹീറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഏത്? റോസ്റ്റിംഗ്. അടുത്ത റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓർ ആണ്. റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓർ ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓർ. എന്നാ ഈ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓർ എന്ന് പറയുന്നത്? റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓർ, ഓക്സിഡേഷൻ റിഡക്ഷൻ അറിയാമല്ലോ. എന്നാ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ഓക്സിഡേഷൻ മേടിക്കുന്നത് റിഡക്ഷൻ ആണെന്ന് അറിയാമായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ ഓഫ് ഓറിനകത്ത് ഇലക്ട്രോണുകളെ നമ്മളെ തൊട്ടപ്പുറത്തെ പേജിൽ 128ാമത്തെ പേജിനകത്ത് ഇലക്ട്രോളിസിസും റിഡക്ഷൻ യൂസിങ് കോക്കും ഹീറ്റിംഗ് ഇൻ കൺട്രോൾ വേസ് അതെല്ലാം പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. മെത്തേഡ് ഓഫ് സെപ്പറേറ്റഡ് മെറ്റൽസ് ഫ്രം ഓർ, അതിൻ്റെ മെറ്റൽസിൻ്റെ പേരും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതും കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ ആ ഒരു പോർഷനും കഴിയും. റിഡക്ഷൻ ഓഫ് ഓറിൻ്റെ ആ ഒരു പോർഷനും കഴിയും കേട്ടോ. അതായത് ഓക്സൈഡ് ആക്കി മാറ്റിയ അയറിനെ നിരോക്സീകരണമാണ് ഈ റിഡക്ഷൻ ഓഫ് ഓർ എന്ന് പറയുന്നതെന്നുള്ളൊരു കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്ത റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പം പറഞ്ഞതിനകത്ത് മെയിനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട, കാൽസിനേഷൻ, റോസ്റ്റിംഗും ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ളത് റിഫൈനിങ് ഓഫ് മെറ്റൽസ് ആണ്. അതിനകത്ത് ലിക്വേഷനും ഡിസ്റ്റിലേഷനും ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങും പറയുന്നുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ സിമ്പിൾ സെന്റൻസാണ്, ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ടോപ്പിക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരാം. കുറേയേറെ മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻ പറയുന്നുണ്ട്. അതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ആണ്. ഇരുമ്പിൻ്റെ നിർമ്മാണമാണ് ഇവിടെ മെയിനായിട്ടും പറയുന്നത്. ഇരുമ്പിൻ്റെ നിർമ്മാണം പറയുമ്പം അതിൻ്റെ ഓർ ഏതാന്ന്, അയണിൻ്റെ ഓർ ഏതാന്ന് നമ്മൾ 123ാമത്തെ പേജിൽ അല്ല എത്രയായിരുന്നു, നമ്മുടെ 123ാമത്തെ പേജിൽ ഞാൻ പഠിക്കാൻ പറഞ്ഞായിരുന്നു. അയണിൻ്റെ ഓർ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. മെത്തേഡ് യൂസ്ഡ് ഫോർ കോൺസെൻട്രേഷൻ ഏതാ? വാഷിംഗ് ആൻഡ് സ്ട്രീം ഓഫ് വാട്ടർ ആണ്. അത് കഴിഞ്ഞ് റോസ്റ്റിംഗ് മാഗ്നറ്റിക് സെപ്പറേഷൻ ഒക്കെ, ഇരുമ്പായതുകൊണ്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ ഒക്കെ നമുക്ക് എടുക്കാം അല്ലേ. സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഓർ എന്ന് പറയുമ്പം കാർബൺ മോണോക്സൈഡ് ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി ഇതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ പിള്ളേരെ. ഭയങ്കര ചൂടുള്ള ഒരു തീ കനലിനകത്തോട്ട് നമ്മൾ ഓറും അതിൻ്റെ കോക്കും ലൈം സ്റ്റോണും ഇട്ട് കൊടുക്കുവാണ്. ഇത് ഇട്ട് കൊടുക്കുന്ന ഈ സാധനത്തിന് എല്ലാം കൂടെ പറയുന്ന പേരാണ് ചാർജ്. അത് കഴിഞ്ഞ് അതിൻ്റെ 130ാമത്തെ പേജ് പറയുന്നുണ്ട്. കാർബൺ ഓക്സിജനോടെ കൂടി ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ഹീറ്റ് ഫോം ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ എക്സ്ട്രാക്ഷനും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിനകത്ത് പഠിക്കേണ്ട ഒരു കാര്യം, എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ നിങ്ങൾ പഠിക്കണം.
സ്റ്റീലിൻ്റെ കാര്യം പഠിക്കണം. സ്റ്റീലിൻ്റെ കാര്യം പഠിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കണം. സ്റ്റീലിൻ്റെ കാർബൺ സ്റ്റീലും അതിൻ്റെ എമൗണ്ട് ഓഫ് കാർബണിൻ്റെ അളവെന്ന് പറഞ്ഞാൽ അതിന് ഗ്യാങ് കൂടുകയാണ്, കാർബണിൻ്റെ അളവ് കുറയണം. അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ പഠിച്ചു വെക്കുക, കോളങ്ങളെല്ലാം പഠിച്ചു വെക്കണം. അലോയ് സ്റ്റീലുകൾ 132 പേജ് പറയുന്നുണ്ട്, അത് പഠിക്കണം. അതിൻ്റെ പ്രോപ്പർട്ടീസ് യൂസും പഠിക്കണം. അതിന് പിന്നെ കോപ്പറിൻ്റെ എക്സ്ട്രാക്ഷൻ പറയുന്നുണ്ട്, അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് കോപ്പർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം വേണം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അലൂമിനിയം ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി കൊറോഷൻ ഓഫ് മെറ്റൽസ് അറിയാലോ, ലോഹ നാശനം. ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിച്ച് നശിച്ചു പോകുന്നുണ്ടല്ലേ, അതെങ്ങനെയാണ് നശിച്ചു പോകുന്നത്? ഉപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നശിച്ചു പോകുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതിൻ്റെയും ലെറ്റസസ് നല്ല രീതിയിൽ പഠിച്ചു തീർക്കുക കേട്ടോ. നല്ല രീതിയിൽ ഒത്തിരി ക്വസ്റ്റ്യനൊന്നും ഇല്ല, ആകെ 7 ക്വസ്റ്റ്യനേ ഉള്ളൂ, സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടെ കൃത്യമായിട്ടും തീർക്കുക. Rapid revision. Final